ഹലോ കൂട്ടുകാരെ, നമ്മളൊരു നാരങ്ങ ചലഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 നാരങ്ങ എടുത്തിട്ടുള്ളത്. 2 നാരങ്ങയെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് 4ആയിട്ട്, കുഞ്ഞു നാരങ്ങ കേട്ടോ, അതിനെ 4ആയിട്ടൊന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ നാരങ്ങ ചലഞ്ച് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ 2 കുട്ടി പട്ടാളങ്ങളുണ്ട്, 2 ട്വിൻസ് ഉണ്ട്, ദയ ദക്ഷ. ഞങ്ങൾ കുട്ടാമുട്ടാന്ന് വിളിക്കും. അപ്പം ഇവർക്ക് ഭയങ്കര ആഗ്രഹമാണ് കുറേ നാളായിട്ട് നാരങ്ങ ചലഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചലഞ്ച് ചെയ്യണമെന്ന്. അപ്പം ഞങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്തപ്പം ഓൾറെഡി അവർ ഡാൻസിന് പോയിരിക്കുകയാണ്. അവർ പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കൊരു സർപ്രൈസ് ആയിട്ട് നാരങ്ങ ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നത്. വാ കയറി വാ, ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്, ഒരു ചെറിയ ചലഞ്ച്. എന്താണ് ചെറിയ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്? നാരങ്ങ ചലഞ്ച് കേട്ടല്ലോ. ഈ നാരങ്ങ ഏറ്റവും കൂടുതൽ തിന്നുന്ന ആരാണോ അവർക്ക് ഒരു മുട്ടായി. എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കുന്നവർക്ക്. എക്സ്പ്രഷൻ ആയത് ഇങ്ങനെ കറക്റ്റായിട്ട് കഴിക്കണം. നമ്മുടെ വല്യമ്മ ഭയങ്കര ഇൻട്രസ്റ്റിലായിരുന്നു. അവൻ ആദ്യം തന്നെ ഒരെണ്ണം എടുത്ത് കഴിച്ചു. പുള്ളിക്കാർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, ഇതെനിക്ക് കഴിക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ട്. പക്ഷേ കുഞ്ഞാവയുടെ എക്സ്പ്രഷൻ ആദ്യം തന്നെ മാറി ഫ്ലോപ്പായി കഴിഞ്ഞു. പുള്ളിക്കാരി ആദ്യം തന്നെ തോറ്റു. നല്ല ഉന്നം, ഞാൻ തോറ്റു. കുഞ്ഞാവ അയ്യോ വയ്യ, എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് പോയിട്ടും വല്യമ്മ ഭയങ്കര എനർജറ്റിക് ആയിട്ട് പുളിയൊന്നും എനിക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞ് ഓരോ നാരങ്ങ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി, കാരണം അവളുടെ ഒരു ഐഡിയ ആയിരുന്നു നാരങ്ങ ചലഞ്ച്. അപ്പോൾ എന്തായാലും അവളുടെ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ ഞങ്ങൾ ഡയറി മിൽക്കിൻ്റെ കൂടെ ലേസ് കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞു. വാവ്, 2 ലേസ്. കുട്ടൻ എന്ത് പറ്റി? കുട്ട ഓ, മൂന്നാമത്തേത്. എക്സ്പ്രഷൻ മാറി. തോൽവി സമ്മതിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് വല്യമ്മ പിന്നെയും മൂന്നാമത്തേത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കഴിച്ചപ്പോഴേക്ക് എക്സ്പ്രഷനിൽ മാറ്റമൊക്കെ ഉണ്ടായി. എന്നാലും പുള്ളിക്കാരി ഓക്കെ ആയിരുന്നു. അപ്പോൾ അടുത്ത നാരങ്ങ വേണമെന്ന് ചോദിച്ചപ്പം ഓക്കെ, വേണം വേണ്ട കൺഫ്യൂഷനാണ്, എന്നാലും കുഴപ്പമില്ല, ഞാനങ്ങനെ തോക്കത്തില്ലെന്നും പറഞ്ഞ് എടുത്തങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എത്ര 3 ലേസ് ആയിട്ടുണ്ട്. 3 ലേസല്ല 4 ലേസ് ആയിട്ടുണ്ട്. 4 ലേസും 2 ഡയറി മിൽക്കും ആയിട്ടുണ്ട് ഇപ്പോൾ. ആക്ച്വലി മതിയോ? മതിയെങ്ങനെ കഴിക്കണ്ട. രണ്ടെണ്ണോ 3 വേണോ? 3 ലേസ് കിട്ടി. 3 ലേസ്. എന്നാ പിന്നെ ഞാൻ വന്നേരം കഴിക്കാം. അടുത്തതായി നമ്മളുടെ സാരല്ല എങ്കിലും പോട്ടെ, സാരമില്ല. അടുത്തതായി ചാലഞ്ചിൽ വിജയിച്ചിരിക്കുകയാണ് നമ്മളെല്ലാം പ്രിയങ്കരനായ. എന്തിനാ അറിയുന്നത്? അടുത്ത ചലഞ്ച് നമുക്ക് നീ ഇത് ഒരെണ്ണമെങ്കിലും കഴിക്കാൻ. ഒരെണ്ണം എക്സ്പ്രഷൻ, ഒരെണ്ണം കഴിക്കാമെങ്കിൽ ഒരു ലൈസ്. ഒരെണ്ണം കഴിക്കാൻ ഒറ്റ കഴിക്കണം. അയ്യോ, തൊലിയോട് കഴിച്ചാലേ ഉള്ളൂ. വേണമെങ്കിൽ മതി. ഞങ്ങൾക്കൊന്നുമില്ല. ചേച്ചൻ അടുത്തത് കഴിക്കൂ. ഇപ്പൊ കണ്ടോണം. വെയിറ്റ്. നിനക്ക് ലേസ് തരാ, നീ കഴിച്ചാ പരിപാടി. ലേസ് വാങ്ങിച്ചു തരാം, ഒരെണ്ണം കഴിച്ചാലേ തരൂ. എല്ലാത്തിലും തൊലിയുണ്ട്, കഴിച്ചോ, വേഗം കഴി. യെസ്, ലേസ് വേണമെങ്കിൽ. ഇല്ല, കരയരുത് ഇവിടെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കുഞ്ഞാവ ഇത് വിട്ടിരിക്കുകയാണ്. സാരമില്ല, കുഞ്ഞാവയ്ക്ക് നമുക്ക് ലേസ് വാങ്ങിച്ചു കൊടുക്കാം. ഇനി അച്ചച്ചെടുത്താ കഴിക്കാം. അങ്ങനെ ഒരു പീസ് അച്ഛൻ്റെ അടുത്ത് കഴിച്ചെങ്കിലും പുള്ളിക്ക് അതങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്ക് വലിയ മോൻ അവിടെ നിന്ന് കളിയാക്കുമായിരുന്നു. ലാസ്റ്റ് ഒരു നിവൃത്തിയില്ലാതെ
തോറ്റു കൊടുക്കുകയാണ്, മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് നമ്മുടെ കുഞ്ഞാവ് അപ്പുറത്ത് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അച്ഛനും കുഞ്ഞാവേയും തോറ്റു. ആ സന്തോഷത്തിൽ വല്യമോൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ലേസ് കിട്ടുമല്ലോ ഒക്കെ ആയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുഞ്ഞാവയുടെ അവസ്ഥ ഒന്ന് പോയി കാണാം. തോറ്റുപോയതിൻ്റെ വിഷമത്തിൽ കുഞ്ഞാവേ ചവിട്ടരുത്, നോക്കിക്കേ കുഞ്ഞാവേ, ഇങ്ങോട്ട് നോക്ക്. ഞങ്ങളുടെ സ്വന്തം കുഞ്ഞാവാ. മത്സരത്തിൽ തോറ്റുപോയി ആരെങ്കിലും ഇങ്ങനെ വിഷമിക്കുവോ? ഇതിനൊക്കെ നമ്മൾ എങ്ങനെ ചലഞ്ചിൽ ഉൾപ്പെടുത്തും? വെല്ലിമോനെ എങ്ങനെ ഉണ്ടായിരുന്നു നാരങ്ങ ചലഞ്ച്? കുഞ്ഞാവേ ഓക്കെ ആയോ? ചലഞ്ച് ഇഷ്ടപ്പെട്ടായിരുന്നോ? എന്താ അടുത്ത ചലഞ്ചിന് റെഡി. അപ്പോൾ നമ്മുടെ കുട്ടനും ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തെങ്കിലുമൊക്കെ ചലഞ്ച് ചെയ്യണമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഒരു നാരങ്ങ ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതും അവളുടെ തന്നെ സജഷനായിരുന്നു അല്ലേ? അവളുടെ തന്നെ സജഷനായിരുന്നു ഈ നാരങ്ങ ചലഞ്ച്. പക്ഷേ ഇത് ചെയ്തങ്ങോട്ട് വന്നപ്പോഴേക്ക് ഫ്ലോപ്പായിപ്പോയി. കാരണം വലിയ മോന് നാരങ്ങ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ കുഞ്ഞാവയ്ക്ക് ഒരു നാരങ്ങ പോലും കഴിക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് നമ്മുടെ കുഞ്ഞാവയുടെ തന്നെ സ്വഭാവം എടുത്തു അല്ലേ? കുഞ്ഞാവ ഇങ്ങോട്ട് നോക്കിയേ, നാരങ്ങയ്ക്ക് പുള്ളി ഉണ്ടായിരുന്നോ? പക്ഷെ എനിക്ക് ഞാൻ നാരങ്ങ കഴിക്കതിൽ ഞാൻ ചലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ ഒരു നാരങ്ങ എടുത്ത് കഴിച്ചു നോക്കി. പക്ഷെ ഞാൻ അങ്ങനെ തുപ്പിക്കളഞ്ഞു. നിർബന്ധിച്ചിട്ടൊന്നും അല്ല കേട്ടോ, അവർ തന്നെ കഴിച്ചതാണ്. ഒന്ന് എടുത്തുകൊണ്ട് അവിടെ കളഞ്ഞു. ആ ഓക്കെ. അപ്പോൾ ഈ നെക്സ്റ്റ് എന്ത് ചലഞ്ച് വേണം? ഓയുടെ മുഷമ്പി ചലഞ്ചോ? മാങ്ങ അരിഞ്ഞത്. പക്ഷെ ഈ നാരങ്ങ ഉപ്പുമോട് ഇടുന്ന കുറെ വീഡിയോസ് പക്ഷെ അത് എനിക്കിപ്പം ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഡാൻസിന് പോയിട്ട് വന്നപ്പോ തന്നെ ഇവര് റെഡിയാക്കി വെച്ചു. എന്നാലും ഉപ്പുമോട് ഇടുന്നില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചെടുത്ത് കഴിച്ചു. അപ്പം നമ്മുടെ നാരങ്ങ ചലഞ്ച് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വലിയ മോനാണ് ജയിച്ചിരിക്കുന്നത്. ഒരു 3 ലേസും 2 ഡയറി മിൽക്കുമാണ്. ആ ഗിഫ്റ്റ് നമ്മൾ ഉടനെ തന്നെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.